അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ നമ്പർ 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, CPU, മെമ്മറി ഹൈറാർക്കി, രജിസ്റ്റർ, കാഷെ, റാം, വെർച്വൽ മെമ്മറി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഇത്രയും പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ മദർ ബോർഡ് ടു ഒപ്റ്റിക്കൽ ഡ്രൈവേഴ്സും, ലാസ്റ്റ് വീഡിയോയിൽ IO കമ്മ്യൂണിക്കേഷൻ മുതൽ ബൂട്ടിംഗ് പ്രോസസ്സ് വരെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. സോ അപ്പോൾ ഇതൊരു 3 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പാർട്ടുകളും നിങ്ങൾ കാണുക. ഓക്കെ, അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ് ഫസ്റ്റ് കാര്യം. അപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള കോമ്പോണൻസ് ആണ് എപ്പോഴും എന്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ. അതേപോലെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ ഹാർഡ്വെയർ നമുക്കൊരു ഫിസിക്കൽ പാർട്ടാണ്, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ആണ് എന്ത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷൻസ് എഫക്റ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ചേർന്ന് വർക്ക് ചെയ്താലാണ് നല്ല രീതിയിൽ നമുക്കൊരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ടേബിൾ ഫോർമാറ്റിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഹാർഡ്വെയർ ടാൻജിബിൾ ആയിട്ടുള്ള കോമ്പോണൻസ് ആണ് ദാറ്റ് സ്റ്റോർസ് ആൻഡ് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻടാൻജിബിൾ പ്രോഗ്രാംസ് ഓർ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് എനേബിൾ യൂസേഴ്സ് ടു ഇന്ററാക്ട് വിത്ത് ഹാർഡ്വെയർ. നമുക്ക് ഹാർഡ്വെയർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ സോഫ്റ്റ്വെയർ എന്തായാലും എസെൻഷ്യൽ ആണ്. ഇനി ഹാർഡ്വെയർ കോമ്പോണൻസ് എന്തൊക്കെയാ, CPU, റാം, മദർ ബോർഡ്, ഹാർഡ് ഡ്രൈവ് ഒക്കെ ഹാർഡ്വെയർസ് ആണ്. സോഫ്റ്റ്വെയർ പറയുകയാണെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ കൺട്രോൾ പ്രോഗ്രാംസ്, യൂസർ ആപ്ലിക്കേഷൻ, ഇതൊക്കെ എന്താണ് സോഫ്റ്റ്വെയർസ് ആണ്. നമ്മൾ അതല്ലാതെ പല പല സോഫ്റ്റ്വെയർസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ യൂസ് ചെയ്യും. ഇനി ഹാർഡ്വെയറിന്റെ റോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ്, സോഫ്റ്റ്വെയർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. സോഫ്റ്റ്വെയറോ കമാൻഡുകൾ, ഇൻസ്ട്രക്ഷൻസ് ഹാർഡ്വെയറിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടുപേരും എന്താണ്, ഇന്റർ ഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പൊ മാൽവെയർസ് മീൻസ് എന്തെങ്കിലും വൈറസ് അറ്റാക്സ് ഡയറക്ട്ലി ഹാർഡ്വെയറിനെ എഫക്ട് ചെയ്യില്ല, പക്ഷെ സോഫ്റ്റ്വെയറിനെ എപ്പോഴും എഫക്ട് ചെയ്യും. അപ്പൊ ഹാർഡ്വെയറിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ, മദർ ബോർഡ്, ഹാർഡ് ഡ്രൈവ്, GPU, NIC കാർഡുകൾ. സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് പറയാം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വെർച്വൽ കീബോർഡ്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ്, ഇതൊക്കെ എന്താണ് സോഫ്റ്റ്വെയർസ് ആണ്. അപ്പൊ ഡിഫറൻസുകൾ ഈ ഒരു ലെസണിൽ നമുക്ക് ഡിഫറൻസുകൾ ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും പഠിച്ചു വെക്കുക, കാരണം 3 മാർക്കായിട്ട് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 3 മാർക്സിന്. ഇനി ഹാർഡ്വെയറിന്റെ കാറ്റഗറീസ്, നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള കോമ്പോണൻസും ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള കോമ്പോണൻസും ഉണ്ട്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ അകത്ത് CPU, റാം, മദർ ബോർഡ് പോലുള്ളത്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവൈസിലോട്ട് വീണ്ടും അറ്റാച്ച് ചെയ്യുന്നത്, മീൻസ് ആഡ് ഓൺ ചെയ്യുന്നത്, അതിന്റെ ഫംഗ്ഷൻസ് എൻഹാൻസ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ കീബോർഡ്, മൗസ്, മോണിറ്റർ ഒക്കെ എന്താണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കോമ്പോണൻസ്. ഇനി ഇന്റേണൽ കോമ്പോണൻസ് ഏതൊക്കെയാണ്, മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സെൻട്രൽ ഹബ് ആണ് ദാറ്റ് കണക്ട്സ് ഓൾ ഹാർഡ്വെയർ കോമ്പോണൻസ് ടു ദ CPU. ഇനി CPU എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ ആണ്, അതിന്റെ അകത്താണ് എല്ലാ ഇൻസ്ട്രക്ഷൻസും പ്രോഗ്രാംസും എക്സിക്യൂട്ട് ചെയ്തത്. ഇനി റാം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടെമ്പററി മെമ്മറി സ്റ്റോറേജ് ലൊക്കേഷൻ ആണ്. ഹാർഡ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ സ്റ്റോറേജ് ഡിവൈസ് ഫോർ പെർമനന്റ് ഓർ ടെമ്പററി ഡാറ്റ. ഇനി SSD എന്ന് പറഞ്ഞ ഒരു നോൺ വോളറ്റൈൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്, അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് ആണ്. ഇപ്പൊ കൂടുതലും സിസ്റ്റങ്ങൾക്ക് SSD ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഒപ്റ്റിക്കൽ ഡ്രൈവേഴ്സ് മീൻസ് റീഡ്സ് നോൺ മാഗ്നറ്റിക് മീഡിയാസ്, മീൻസ് നമ്മുടെ പഴയ CD, DVD ഒക്കെ ഒപ്റ്റിക്കൽ ഡ്രൈവേഴ്സ് ആണ്. പിന്നെ ഹീറ്റ് സിങ്ക് എന്തിനു വേണ്ടിയിട്ടാ, കൂൾ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ GPU എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ ഡേറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ NIC കാർഡ്സ് ഉണ്ടാവും, അത് എന്തിനു വേണ്ടിയിട്ടാണ്, നെറ്റ്വർക്ക് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് NIC കാർഡ്സ് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു ഇന്റേണൽ കോമ്പോണൻസ് ഓഫ് ഹാർഡ്വെയർ ആണ്, ഹാർഡ്വെയറിന്റെ അകത്ത് ഉള്ള ഇന്റേണൽ കോമ്പോണൻസ് ആണ്. ഇനി എക്സ്റ്റേണൽ കോമ്പോണൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, മൗസ് എന്താ, പോയിന്റിംഗ് ഡിവൈസ്, കീബോർഡ് ഇൻപുട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൈക്രോഫോൺ എന്താ, സൗണ്ടിന് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കും ഫോർ ഓഡിയോ ഇൻപുട്സ്. പിന്നെ ക്യാമറ നമ്മളെ ക്യാപ്ചർ ചെയ്യാൻ, ടച്ച് പാഡ് എന്താ, ടച്ച് സെൻസിറ്റീവ് സർഫസിന് വേണ്ടിയിട്ടാണ്, അതും പോയിന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ USBs നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസുകളാണ്. പിന്നെ മെമ്മറി കാർഡും അതുപോലെ തന്നെ റിമൂവബിൾ അല്ലെങ്കിൽ പോർട്ടബിൾ ആയിട്ടുള്ള മെമ്മറി ഡിവൈസസ് ആണ്. പിന്നെ മോണിറ്റർ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഡിവൈസ് ആണ്. പ്രിന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ ഡേറ്റയെ പ്രിന്റഡ് മെറ്റീരിയൽസിലോട്ട് കൺവേർട്ട് ചെയ്യും. സോഫ്റ്റ് കോപ്പീസിന് ഹാർഡ് കോപ്പീസ് ആണ്. പിന്നെ ഹെഡ്ഫോൺസ് ഓർ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈസ്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ, സൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഡിവൈസസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ CPU ആണ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അപ്പൊ CPU എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ്. അതുപോലെ തന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതും കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതും ടാസ്കുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ CPU ആണ്. അതുപോലെ ഇറ്റ് ആക്ട് ആസ് ദ ഹാർട്ട് ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിവൈസ് വിച്ച് എൻഷുർ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് ഓപ്പറേഷൻ. സോ ഇതിന്റെ അകത്ത് കുറെ സ്മോളർ കോമ്പോണൻസ് ഉണ്ട്. ഈ സ്മോളർ കോമ്പോണൻസ് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ ടാസ്കുകളും പെർഫോം ചെയ്യുന്നത്. സോ ഇൻസ്റ്റാൾഡ് ഇൻ CPU സോക്കറ്റ് ഓൺ ദ മദർ ബോർഡ്. അതുപോലെ തന്നെ പെർഫോംസ് IO ഓപ്പറേഷൻസ്, പ്രോസസിംഗ്, സ്റ്റോറേജ് ഫംഗ്ഷൻസ്, ഹാൻഡിൽസ് ഡേറ്റ,
പ്രോഗ്രാംസ് എഫിഷ്യൻസി, ഇതൊക്കെ ഇത് നമ്മുടെ CPU ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിന് ഓപ്പറേഷൻസ് മീൻസ് എക്സിക്യൂട്ട് ചെയ്യുക, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ മാനേജസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോർ ഇൻപുട്ട് ഡേറ്റ ആൻഡ് ഓൾസോ റിസൾട്ട്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്റ്റോർ ചെയ്യും. അപ്പൊ CPUന്റെ ഒരു ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി പോവുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ വീഡിയോ പോസ് ആക്കിയിട്ട് ജസ്റ്റ് ഇയറിൽ എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ് വന്നേ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ പറയുന്നത് ഡിഫറെന്റ് പാർട്സ് ഓഫ് CPU ആണ്. അപ്പൊ നമുക്കറിയാം ഒരു CPUവിൽ 3 മേജർ യൂണിറ്റ്സ് ആണ് ഉള്ളത്. ദാറ്റ് ഇസ് ദ മെമ്മറി യൂണിറ്റ്, കൺട്രോളിംഗ് യൂണിറ്റ്, അതുപോലെ തന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്സ്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മളൊരു ഇൻപുട്ട് ഡേറ്റ ഇതിൽ കൂടി കൊടുക്കുമ്പോൾ അത് നമ്മുടെ CPUവിന്റെ ഉള്ളിൽ കൂടി പെർഫോം ചെയ്ത് മെമ്മറി യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ALU കൂടി വെച്ചിട്ട് ടാസ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണെങ്കിൽ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ മെമ്മറി യൂണിറ്റിന്റെ എന്താണ് മെമ്മറി യൂണിറ്റ് ചെയ്യുന്നത്? മെമ്മറി യൂണിറ്റ് ആണ് ഈ എല്ലാ ഡേറ്റയും സ്റ്റോർ ചെയ്യുന്നത്, റിസൾട്ട്സ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ദ ഇൻഫോർമേഷൻ ടു അതർ കമ്പ്യൂട്ടർ യൂണിറ്റ്സ് വെൻ നീഡ്. ഒരെണ്ണത്തിലോട്ട് മറ്റേലോട്ട് ഡേറ്റ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്രൈമറി സ്റ്റോറേജും അതുപോലെ തന്നെ മെയിൻ മെമ്മറി ആയിട്ടുള്ള റാം ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എഫക്ട്സ് ദ സിസ്റ്റം സ്പീഡ്, പവർ, പെർഫോമൻസ്, ഇതിനെല്ലാം എഫക്ട് ചെയ്യും. പിന്നെ നമുക്ക് 2 ടൈപ്പ് ഓഫ് മെമ്മറീസ് ഉണ്ട്. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ആക്സസിബിൾ ആയിട്ടുള്ള മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഫോർ എ ലോങ് ടേം സ്റ്റോറേജിനാണ് സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്. ഇനി മെയിൻ ടാസ്കുകൾ എന്താണ്? നമ്മുടെ മെമ്മറി യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റോറേജ് യൂണിറ്റ് ചെയ്യുന്ന മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോർസ് ഡേറ്റ, അതുപോലെ തന്നെ ഹോൾസ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് വേണ്ട റിസൾട്ട്സ്, അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ ട്രാൻസ്മിഷൻ. ഇനി കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നത്? കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? കൺട്രോൾസ് ദ ഓപ്പറേഷൻസ് ഓഫ് ഓൾ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ വിതൗട്ട് പെർഫോമിംഗ് ഡേറ്റ പ്രോസസിംഗ്. ഡേറ്റ പ്രോസസിംഗ് കൂടാതെ ചെയ്യാതെ ബാക്കി എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യും. അതിന്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ മാനേജസ് ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ കോമ്പോണൻസ്, ഡീകോഡ്സ് ആൻഡ് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി യൂണിറ്റ്. അതുപോലെ മെയിൻറ്റെയിൻ ദ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ, ആ ഒരു ഓർഡർ, അതുപോലെ കോർഡിനേറ്റ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇനി ALU എന്താ ചെയ്യുന്നത്? പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. ഇനി ALUവിൽ അരിത്തമെറ്റിക് സെക്ഷൻ ഉണ്ട്, ലോജിക്കൽ സെക്ഷൻ ഉണ്ട്. അരിത്തമെറ്റിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ പോലുള്ള ബേസിക് ഓപ്പറേഷൻസ് ചെയ്യാനും, ലോജിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കമ്പയറിംഗ്, സെലക്ഷൻ, മാച്ചിങ്, മെർജിങ്, അങ്ങനത്തെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക്കൽ തിങ്കിങ് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ആർക്കിടെക്ചർ എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. ഇനി വാട്ട് ഡസ് CPU ഡു? CPU എന്ത് ചെയ്യും? ഫെച്ചസ്, റാമിൽ നിന്ന് ഫെച്ച് ഇൻസ്ട്രക്ഷൻസ് എടുക്കും, അതിനെന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇന്റർപ്രറ്റ് ഇൻസ്ട്രക്ഷൻ യൂസിങ് ALU. അതിനുശേഷം ഈ ഒരു റിസൾട്ട് ക്യാരി ഔട്ട് ദ ഡീകോഡഡ് ഇൻസ്ട്രക്ഷൻ, ഡീകോഡ് ചെയ്ത് മാറ്റും. അതുപോലെ ഇത് സ്റ്റോർ ചെയ്യും, ഒരു പർട്ടിക്കുലർ മെമ്മറി ആയിട്ട് റിസൾട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യും. അപ്പൊ ഈ ഒരു ഡയഗ്രാമും ജസ്റ്റ് മനസ്സിലാക്കാം. ഇനി മെമ്മറി, നമ്മുടെ മെമ്മറിയെ പറ്റി കുറെ പറഞ്ഞു അല്ലെ? Okay, memory in a computer refers to the component, devices or system that is used to store ഡേറ്റ, ഇൻസ്ട്രക്ഷൻ, പ്രോഗ്രാം എന്തോ ആയിക്കോട്ടെ അതിനെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ത്? നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത്. സോ അതുപോലെ മെമ്മറി ഈസ് എ ക്രൂഷ്യൽ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇറ്റ് അലൗസ് CPU ടു ആക്സസ് ഡേറ്റ ക്വിക്ലി. നമ്മുടെ CPUവിന് ഡേറ്റാസ് വേഗം എടുക്കാനും അതുപോലെ തന്നെ ഫാസ്റ്റ് പ്രോസസിംഗും എക്സിക്യൂഷനും ഒക്കെ മെമ്മറി യൂസ് ചെയ്യും. ഇനി നമുക്ക് 3 രീതിയിലുള്ള മെമ്മറിയാണ് ഉള്ളത്. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ പ്രൈമറി മെമ്മറി മീൻസ് ഇറ്റ് ഇസ് വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ ഇസ് ലോസ് വെൻ ദ പവർ ഇസ് ടേൺഡ് ഓഫ്. പവർ ഓഫ് ചെയ്യുമ്പോൾ ഡേറ്റ പോകും. ഇനി നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ ഉണ്ടാവും ഈവൻ ദോ ദ പവർ ഇസ് ഓഫ്. അപ്പൊ അതിനായിട്ട് പ്രൈമറി മെമ്മറിയാണ് ക്യാഷ്, രജിസ്റ്റർ, റാം, ഇതൊക്കെ. അപ്പൊ ഇതെല്ലാവരും ടെമ്പററി ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. വൈൽ നമ്മുടെ സെക്കൻഡറി മെമ്മറി ലോങ് ടേമിലോട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, SDD, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ്. ഇനി ടെറിഷ്യറി അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നത്, എസ്പെഷ്യലി നമ്മുടെ മാഗ്നറ്റിക് ടേപ്പ്, CD ഡിവൈഡ്, ഇതെല്ലാം നോൺ വോളറ്റൈൽ ആണ്, പവർ ഓഫ് ചെയ്താലും പോകത്തില്ല. ഇനി പ്രൈമറി ഫാസ്റ്റസ്റ്റ് ആണ് പ്രോസസ്സിംഗ്, ഇത് കുറച്ചുകൂടി സ്ലോവർ ആണ്, ഇത് കുറച്ചുകൂടി സ്ലോവസ്റ്റ് ആണ്. പ്രൈമറി മെമ്മറിക്ക് ലിമിറ്റഡ് കപ്പാസിറ്റി ഉണ്ട്, സെക്കൻഡറി മെമ്മറിക്ക് ലാർജ് കപ്പാസിറ്റി ഉണ്ട്, ടെറിഷ്യറിക്ക് ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പെൻസീവ് ആണ്, ഇത് കുറച്ചുകൂടി ലെസ് എക്സ്പെൻസീവ് ആൻഡ് ലീസ്റ്റ് എക്സ്പെൻസീവ്. Temporary storage actively used by CPU stores the operational data. നമുക്ക് മെയിൻലി വേണ്ടത് വോളറ്റൈൽ, നോൺ വോളറ്റൈൽ എന്നുള്ള പോയിന്റുകളാണ്. ഇതും ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനോ 5 മാർക്ക് ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് മെമ്മറിക്ക് ഒരു കപ്പാസിറ്റി ഇല്ല, എത്ര ഡേറ്റ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ എത്ര ടൈമിനുള്ളിൽ റീഡ് അല്ലെങ്കിൽ റിട്രീവൽ ഡേറ്റ ഇൻഫോർമേഷൻസ് നടക്കും. ഇനി വോളറ്റൈൽ മീൻസ് വെദർ ഓർ നോട്ട് ദ മെമ്മറി റിറ്റെയിൻസ് ഡേറ്റ വെൻ ദ പവർ ഇസ് ലോസ്റ്റ്. പവർ ഓഫ് ചെയ്താൽ നമുക്ക് ഇത് തിരിച്ച് കിട്ടോ എന്നുള്ളത്. ഓക്കെ, ഡേറ്റ തിരിച്ച് കിട്ടോ എന്നുള്ളത്. ഇനി മെമ്മറി ഹൈറാർക്കി. മെമ്മറി ഹൈറാർക്കി നിങ്ങളുടെ ഈ ഒരു ലെസണിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മെമ്മറി ഹൈറാർക്കി മീൻസ് എന്താണ്? ഓർഗനൈസ് ദ മെമ്മറി in a computer systems to optimize the access time, capacity and cost. It uses locality of reference approach, ensuring frequently accessed data is
സ്റ്റോർ ക്ലോസർ ടു ദ CPU. അപ്പൊ നമുക്ക് എപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ നമ്മൾ എപ്പോഴും എന്താ അടുത്ത് ഏറ്റവും നമുക്ക് അരികി തന്നെ വെക്കും അല്ലെ. നമ്മൾ ഇടാത്ത മീൻസ് ഈ എപ്പോഴും യൂസ് ചെയ്യാത്ത ക്ലോത്ത്സ് നമുക്ക് ഒരു കോർണറിൽ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു അപ്രോച്ച് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഫ്രീക്വന്റ്ലി ആക്സസ് ആയിട്ടുള്ള ഡേറ്റ എപ്പോഴും CPUന്റെ ക്ലോസ് ആയിട്ടായിരിക്കും വെക്കുന്നത്. ഇനി വൈ ഈസ് മെമ്മറി ഹൈറാർക്കി ഇമ്പോർട്ടൻറ്റ്? അതെന്തിനു വേണ്ടിയതാണ്? സ്പീഡ്, സൈസ്, കോസ്റ്റ് ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് മെമ്മറിക്കായിരിക്കും സ്മോളറും കോസ്റ്റിയറും, വൈൽ സ്ലോവർ വണ് ലാർജറും ചീപ്പറും ആയിരിക്കും. അതുപോലെ എനേബിൾ എഫിഷ്യന്റ് ഡേറ്റ ആക്സസ് ആൻഡ് സിസ്റ്റം പെർഫോമൻസ്. ഇനി ഇന്റേണൽ മെമ്മറി ഉണ്ട്, എക്സ്റ്റേണൽ മെമ്മറി ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ, ക്യാഷ്, മെയിൻ മെമ്മറി ആണ്. അത് ഡയറക്റ്റ് ആക്സസിബിൾ ബൈ CPU. അതെന്താണ്? വോളറ്റൈൽ ആണ്. കാരണം എന്താ? ഓഫ് ചെയ്ത പവർ ഓഫ് വന്നാൽ അപ്പൊ തന്നെ പോകും. ഇനി സെക്കൻഡറി മെമ്മറി മാഗ്നറ്റിക് ടേക്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, മാഗ്നറ്റിക് ഡിസ്ക് ഇതൊക്കെ. ഇത് എല്ലാം IO ഡിവൈസസ് വഴിയാണ് കിട്ടുന്നത്. ഇനി അപ്പൊ CPUയുടെ രജിസ്റ്റർ ആണ് ഏറ്റവും ടോപ്പ് വന്നത്. പിന്നെ ക്യാഷെ മെമ്മറി, പിന്നെ മെയിൻ മെമ്മറി, പിന്നെ മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്. അപ്പൊ ഇങ്ങനെ പോകുന്നതോറും കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും, അടിയിൽ തൊട്ട് കപ്പാസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ആക്സസ് ചെയ്യാനുള്ള ടൈമും കൂടും. അപ്പൊ ഏറ്റവും നമ്മുടെ CPUനെ ഏറ്റവും പെട്ടെന്ന് എടുക്കുന്നത് എവിടെ നിന്നാണ്? രജിസ്റ്ററിൽ നിന്നാണ് ഏറ്റവും പെട്ടെന്ന് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാഷെ മെമ്മറിയിൽ നിന്ന് എടുക്കും. പിന്നെ നമ്മുടെ റാം പോലെയുള്ള മെയിൻ മെമ്മറീസിൽ നിന്ന് എടുക്കും. പിന്നെയാണ് ഡിസ്ക് സ്റ്റോറേജും ഒപ്റ്റിക്കൽ അതൊക്കെ വരുന്നത്. ഇനി അപ്പൊ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് എവിടെയാണ്? രജിസ്റ്റേഴ്സിലാണ്. അതുപോലെ ക്യാഷെ മെമ്മറിയിലാണ് സെക്കൻഡ് ആയിട്ട് ഏറ്റവും ആക്സസ് ടൈം അതിൽ കൂടുതൽ. പിന്നെ റാം ആണ് നമ്മുടെ പ്രൈമറി സ്റ്റോറേജ് ഫോർ ഡേറ്റ. പിന്നെ സെക്കൻഡറി മെമ്മറി. റാമിൽ തന്നെയാണെങ്കിൽ SRAM ഉണ്ട്, സ്റ്റാറ്റിക് റാം ഉണ്ട്, ഡൈനാമിക് റാം ഉണ്ട്. സ്റ്റാറ്റിക് റാം കുറച്ചുകൂടി ഫാസ്റ്റർ ആണ്, ഡൈനാമിക് റാം കുറച്ചുകൂടി സ്ലോവർ ആണ്. പിന്നെ സെക്കൻഡറി സ്റ്റോറേജിലാണ് HDD, SSD, മാഗ്നറ്റിക് ടേപ്സ് ഒക്കെ വരുന്നത്. അതെല്ലാം നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാം. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈറാർക്കി? അപ്പൊ ഇൻക്രീസ്, ഏറ്റവും ടോപ്പിലുള്ളവർക്ക് കപ്പാസിറ്റി എന്തായിരിക്കും? കൂടുതൽ ഇൻക്രീസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പൊ ടോപ്പ് ടു ബോട്ടം വരുന്നതോറും കപ്പാസിറ്റി കൂടും, ആക്സസ് ടൈമും കൂടും. അതുപോലെ തന്നെ ഒപ്റ്റിമൈസ് ബൈ ലിമിറ്റിംഗ് ഹൗ ഫാർ ഡൗൺ ദ ഹൈറാർക്കി നീഡ് ടു ട്രാവൽ. പിന്നെ കോസ്റ്റ് ആണെങ്കിൽ ഡിക്രീസ് ചെയ്ത് വരുള്ളൂ, പൊക്കത്തോട് കൂടുന്നതോറും കോസ്റ്റ് കുറയും. ഇനി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പെർഫോമൻസും ആക്സസ് ടൈമും ഒക്കെ നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവും ഏതൊക്കെയാണ് ചീപ്പസ്റ്റ്, ആക്സസിബിൾ, എഫിഷ്യന്റ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു മെമ്മറി ഹൈറാർക്കി പറയുന്നത്. ഇനി അതിൽ രജിസ്റ്റേഴ്സ് പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ രജിസ്റ്റർ ആണ്. സോ രജിസ്റ്റേഴ്സ് എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ CPUക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെക്കുന്ന ഒരു സ്ഥലമാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വെരി സ്മോൾ ആൻഡ് എക്സ്ട്രീംലി ഫാസ്റ്റ് ആയിരിക്കും, വിച്ച് ഇസ് യൂസ് ടു സ്റ്റോർ ടെമ്പററി ഡേറ്റ മാത്രം സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുള്ളൂ. ദേ ആർ മച്ച് ഫാസ്റ്റർ ദാൻ റാം ആൻഡ് ദ ഹെൽപ്പ് ഓഫ് ദ സ്പീഡ് ഓഫ് ദ ഓപ്പറേഷൻസ്. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് രജിസ്റ്റർ ഇൻ CPU? സോ രജിസ്റ്റർ എന്തിനാണ് നമ്മൾ CPUയിൽ യൂസ് ചെയ്യുന്നത്? എന്തിനാണ്? ഹോൾഡ് ദ ഡേറ്റ, കാൽക്കുലേഷനും അതുപോലുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാൻ. അതുപോലെ തന്നെ ആ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ഒരു ടെമ്പററി സ്റ്റോറേജ് ആയിരിക്കും. ഇനി ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ഡേറ്റ സ്റ്റോർ ചെയ്യാനായിരിക്കും, അരിത്തമെറ്റിക് പോലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ. സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിന്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് ഒക്കെയാണ് ഉള്ളത്. പ്രോഗ്രാം കൗണ്ടറിൽ അടുത്ത ഏത് ഇൻസ്ട്രക്ഷൻ, വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള ആ ഒരു ട്രാക്ക് ഓഫ് അഡ്രസ് കീപ്പ് ചെയ്യാൻ. അതുപോലെ തന്നെ സ്റ്റാക്ക് പോയിന്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എവിടെയാണോ ഏതൊരു മെമ്മറി ലൊക്കേഷനിലായിട്ടാണോ അതിലോട്ട് പോയിന്റ് ചെയ്യാൻ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കറന്റ്ലി ഹോൾഡ്സ് ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഇസ് കറന്റ്ലി ബീങ് ഡീകോഡ്. പിന്നെ സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ട്, അതിന്റെ അകത്ത് ബേസ്ഡ് ഓൺ സർട്ടൻ കണ്ടീഷൻസ് ആണ്, 0, നെഗറ്റീവ്, അതുപോലെ തന്നെ 1 പോലുള്ള ഓപ്പറേഷൻസ്. ഇനി ക്യാഷെ മെമ്മറി. ക്യാഷെ മെമ്മറി അതുപോലെ തന്നെ ഭയങ്കര സ്മോൾ ആൻഡ് ഹൈ സ്പീഡ് മെമ്മറി ആണ്. ഇറ്റ് സ്റ്റോർസ് ദ കോപ്പീസ് ഓഫ് ദ ഫ്രീക്വന്റ്ലി ആക്സസ് ഡേറ്റ ഫ്രം ദ റാം. ഇറ്റ് ഈസ് സ്ലോവർ ടു ആക്സസ്, വിച്ച് ഇസ് സ്ലോവർ ടു ആക്സസ് മീൻസ് റാം സ്ലോവർ ആണ്. അതുകൊണ്ട് നമ്മൾ ക്യാഷയിൽ വെക്കുന്നത് ഏറ്റവും പെട്ടെന്ന് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്പീഡ് ഓഫ് ദ റിട്രീവൽ, റെഡ്യൂസ് ദ ഓവറോൾ ടൈം. അതുപോലെ തന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്യാഷേഴ്സ് ഉണ്ട്. ഇനി ഹൗ ക്യാഷെ മെമ്മറി വർക്ക്സ് എന്ന് പറഞ്ഞാൽ വെൻ CPU നീഡ്സ് ദ ഡേറ്റ, അത് ഫസ്റ്റ് L1 ക്യാഷയിൽ നോക്കും, അതിലില്ലെങ്കിൽ L2 നോക്കും, L3 നോക്കും. ഇഫ് ദ ഡേറ്റ ഈസ് ഇൻ ഫൗണ്ട് എനി ഓഫ് ദം, എന്നാൽ മാത്രമാണ് റാമിൽ പോയിട്ട് അത് എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ക്യാഷെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ സ്പീഡ്, റെഡ്യൂസ് ലേറ്റൻസി, എഫിഷ്യൻസി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹിറ്റ് റേറ്റും അതുപോലെ തന്നെ മിസ് റേറ്റും ആണ്. ഹിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഓഫ് ടൈം CPU ഫൈൻഡ്സ് ദ ഡേറ്റ. അതുപോലെ തന്നെ മിസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ദ പെർസെന്റേജ് ഓഫ് ടൈം ഡേറ്റ മസ്റ്റ് ബി ഫെച്ച് ഫ്രം സ്ലോവർ മെമ്മറി എന്ന് പറഞ്ഞാൽ റാം പോലുള്ള മെമ്മറിയിൽ നിന്ന് എടുക്കുക. ഇനി റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി ആണ്. അതൊരു വോളറ്റൈൽ കമ്പ്യൂട്ടർ മെമ്മറി യൂസ് ഫോർ സ്റ്റോറിംഗ് ഡേറ്റ യൂസ്ഡ് ബൈ ദ CPU. അതിൽ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക, റീഡ് റൈറ്റ് മെമ്മറി ആണ്.
Since RAM is volatile, all data is lost when the power is turned off. It acts as a primary memory. ഇനി റാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ റാമിന്റെ അകത്ത് ട്രാൻസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഉണ്ട്. ഈച്ച് മെമ്മറി സെൽ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ട്രാൻസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ. അതിന്റെ അകത്ത് ബൈനറി ഡേറ്റ ആണ് ഉള്ളത്. ഇഫ് ദ ചാർജ് ഇസ് ലോസ്, ദ ഡേറ്റ ഇസ് ഇറേസ്ഡ്. അതുകൊണ്ടാണ് റാം വോളറ്റൈൽ എന്ന് പറയുന്നത്. വെൻ ദ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ, ദ ഡേറ്റ ഇസ് ലോസ്റ്റ്. ഇനി ഹൗ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റാം വർക്ക് ടുഗദർ. സോ ഈ ഒരു പോർഷൻ നമുക്ക് വേണ്ട, അത് കട്ട് ചെയ്തേക്ക്. ദ ഫീച്ചേഴ്സ് ഓഫ് റാം, ദാറ്റ് ഈസ് വോളറ്റൈൽ ആണ്, പ്രൈമറി മെമ്മറി ആണ്, എക്സ്പെൻസീവ് ആണ്, ഫാസ്റ്റ് മെമ്മറി, അതുപോലെ തന്നെ പെർഫോമൻസ് ഇമ്പാക്ട് എഫക്റ്റീവ്. ഇതിൽ മോർ റാം അലൗസ് CPU ടു പ്രോസസ് മോർ ടാസ്ക് സൈമിൾട്ടേനിയസ്ലി. ഇനി നമുക്ക് ഭയങ്കര വലിയ പ്രോസസ്സുകൾക്ക് നമുക്ക് വലിയ റാമിന്റെ GBs വേണ്ടി വരും. ഇനി ടൈപ്സ് ഓഫ് റാം നോക്കാം. SRAM എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം, DRAM, dynamic random access RAM. Static RAM എന്ന് പറഞ്ഞാൽ primarily used in cache memory. It do not require a refresh cycle. Faster ആണ്, more expensive ആണ്. ഇനി ഡൈനാമിക് റാം എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറി ഇസ് മോസ്റ്റ് കമ്പ്യൂട്ടർ. അതായിരിക്കും മെയിൻ മെമ്മറി ആയിട്ട്. പീരിയോഡിക്കലി റിഫ്രഷ് ചെയ്യും. സ്ലോവർ ദാൻ SRAM. കോസ്റ്റ് എഫിഷ്യന്റ് ആണ്, capable of storing more data in less space. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വെച്ചേക്കണം. ഇതും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി റാമിന്റെ അഡ്വാൻറ്റേജ് പറയാനായിട്ടാണെങ്കിൽ പറയാം, സ്പീഡ് ഉണ്ട്. ബാക്കി ഓവറോൾ നോക്കണമെങ്കിൽ മൾട്ടി ടാസ്കിങ്, ഫ്ലെക്സിബിലിറ്റി, വോളറ്റൈൽ. ഡിസഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എഴുതാം. ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓൾറെഡി കോസ്റ്റ് കൂടുതലാണ്, ലിമിറ്റഡ് സ്റ്റോറേജ് ഉള്ളൂ, പവർ നന്നായി കൺസ്യൂം ചെയ്യും. ഇതൊക്കെ അതിന്റെ ഒരു നെഗറ്റീവ് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, അപ്പൊ വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ വെർച്വൽ മെമ്മറി ഈസ് എ മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്. ഇറ്റ് ഈസ് യൂസ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാം. സോ ടു എക്സ്റ്റെൻഡ് ദ അവൈലബിൾ റാം ടു ബൈ യൂട്ടിലൈസ് എ പോർഷൻ ഓഫ് ഹാർഡ് ഡ്രൈവ്, നമ്മുടെ അല്ലെങ്കിൽ SSDയുടെ ഒരു അഡീഷണൽ മെമ്മറി യൂസ് ചെയ്യാൻ വേണ്ടി. ഇറ്റ് ക്രിയേറ്റ് എ ഇല്യൂഷൻ ഓഫ് ലാർജ് കണ്ടിന്യൂസ് മെമ്മറി സ്പേസ്, അലോവിംഗ് പ്രോഗ്രാംസ് ടു റൺ ഈവൻ ഇഫ് ദേ ഹാവ് ആക്സസ് ടു മോർ മെമ്മറി ദാൻ ദ ഫിസിക്കൽ ഇൻസ്റ്റന്റ്. അപ്പൊ നമ്മുടെ റാം ഫുൾ ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൂവ്സ് ലെസ് ഫ്രീക്വന്റ്ലി ഡേറ്റ ആൻഡ് ടു യൂസ് ദ റിസർവ്ഡ് ഏരിയ ഓൺ ദ ഹാർഡ് ഡ്രൈവ്. ആ ഒരു സ്വാപ്പിംഗ് ഓഫ് ഫയൽ അല്ലെങ്കിൽ പേജ് ഫയൽ എന്ന് പറയുന്ന ഫ്രീയിങ് അപ്പ് ദ നമ്മുടെ റാമിന്റെ സ്പേസ് കുറക്കും ഈ ഒരു വെർച്വൽ മെമ്മറി ഉണ്ടെങ്കിൽ. സോ അതാണ് വെർച്വൽ മെമ്മറിനെ പറ്റി പറയാൻ. അത് മെമ്മറി പേജിങ് ചെയ്യും, അതുപോലെ തന്നെ സ്വാപ്പിംഗ് ചെയ്യും, സീംലെസ്നെസ്. ഇനി അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കൂട്ടും, മെമ്മറി കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, മൾട്ടി ടാസ്കിങ്ങിന് സപ്പോർട്ട് ചെയ്യും. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോ പെർഫോമൻസ് ആയിരിക്കും. ഡിസ്ക് വെയർ മീൻസ് എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ റൈറ്റിംഗ് ഡേറ്റ ഫ്രീക്വന്റ്ലി ക്യാൻ റെഡ്യൂസ് ദ ലൈഫ് സ്പാൻ ഓഫ് ദ ഡ്രൈവേഴ്സ്. സോ ഇത്രയും നമ്മൾ പഠിച്ചതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു കുറച്ച് ടോപ്പിക്സ് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരാം. നമ്മളതിൽ കുറച്ച് ഡിഫറൻസുകൾ പഠിച്ച ആ ഡിഫറൻസുകളൊക്കെ, അതുപോലെ തന്നെ ഈ മെമ്മറി ഹൈറാർക്കി ഒരു 9 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ട് അതിന്റെ അകത്ത് നിങ്ങൾ രജിസ്റ്റേഴ്സും ക്യാഷിയും റാമും വെർച്വൽ മെമ്മറിയും കൂടി എഴുതാനായിട്ട് ഒരു 9 മാർക്ക് ചോദിക്കുക. ഈ ഒരു ഏരിയയിൽ നിന്ന് 3 മാർക്സ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും 3 മാർക്സ് ഒക്കെ ചോദിക്കാൻ 9 മാർക്സിനായിട്ട് പഠിച്ചു നോക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇത്രേ ഉള്ളൂ. സെക്കൻഡ് പാർട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. നോട്ട്സ് വേണ്ടവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചോദിച്ചാൽ നമ്മുടെ നോട്ട്സ് എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു.